ഉണ്ടാക്കുന്ന ചിലവുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം കേട്ടോ, പൈസ കൊടുത്ത് മേടിക്കാം കടയിൽ നിന്ന്. പക്ഷെ അതല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ നടുന്ന് നല്ല തന്നെയാ. ചീഞ്ഞിനാ കേട്ടിനാ അതല്ല പൊട്ടീനാ, നല്ല വെള്ളരിക്കായിരുന്നു ഇതാ. അതല്ല വേഗം കേടാവും പോയി സംഭവം. ഹലോ ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് കത്തിയെല്ലാം എടുത്തിട്ട് എന്താന്നായിരിക്കും അല്ലേ, അപ്പൊ കണ്ടത്തിൽ വെള്ളരിക്ക പറിക്കാൻ പോക്കാം കേട്ടാ. വെള്ളരിക്ക പറിക്കാനായിട്ടില്ല, ഏതായാലും മൂത്തിന് സംഭവം കളറെല്ലാം മാറിന്, മഞ്ഞ കളറായിന്. അപ്പൊ നമുക്ക് മഴയാന്ന്, അപ്പൊ അധികം മഞ്ഞ കളറായി അധികം വെക്കാൻ പറ്റില്ല, കെട്ടുപോകും. അപ്പൊ നമുക്കുള്ളത് പറിച്ചെടുക്കാം കേട്ടാ. മഴ പെയ്തോണ്ട് ഇന്നലെ മഴ പെയ്തു, രാത്രി നല്ല മഴയാണ്. അപ്പൊ അധികം എല്ലാ ദിവസവും മഴ പെയ്താലും ഒറ്റ വെള്ളരിക്ക നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് ഏതായാലും പറിച്ചെടുക്കാം ഉള്ളത്. അപ്പൊ രാവിലെ പറിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ വെയിലത്ത് പറിച്ചു വെച്ചാൽ കെട്ടുപോകും. വെയിലത്ത് പറിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ കെട്ടുപോകും, അതിൻ്റെ ഉള്ളിൽ ചൂടായുണ്ട്. അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ല എല്ലാം തണുത്ത സമയമായിട്ട് നമ്മൾ പറിക്കാൻ പോകാം കേട്ടാ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ വാ. അപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നല്ല വെയിൽ വന്നാൽ വെള്ളരിക്ക ചൂടാവും. അപ്പോൾ നല്ല വെയിൽ വരുന്നിടയ്ക്ക് നമുക്ക് പറിച്ചെടുക്കാം. നമ്മളെ വയലിൽ കുറച്ച് ദേശാടന കിളികളുണ്ട് കേട്ടാ. ദേശാടന പക്ഷികൾ ഞാൻ കാണിച്ചു തരാം, അടുത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. ഇതാണ്ടാ, ഇതാണ് നമ്മളെ ദേശാടന പക്ഷികളാണ് കേട്ടാ. ഇത് നമ്മളെ നാട്ടിലുള്ളല്ല, വിദേശികളാണ്. അപ്പോൾ നല്ല കൊക്ക് നല്ല നീളമുള്ളതുകൊണ്ട് ചളീൻ്റെ അടിയിൽ മറ്റേ നൊയിച്ചി ഉണ്ടാവും. അപ്പോൾ നൊയിച്ചി കൊത്തി തിന്നാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ നൊയിച്ചി ഇവരെ പേടിച്ചിട്ട് ചളീൻ്റെ അടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ചളീൻ്റെ ഉള്ളിൽ നിന്ന് കൊത്തിയെടുക്കും. എത്ര ആഴത്ത് പോയാലും ഇതാണ്ട ആ കൊക്ക് വെച്ചിട്ട് കൊത്തിയെടുക്കും. അതാണ് ഇവരെ പരിപാടി. എൻ്റെ അത് സാധാരണ ആൾക്കാരും ഉണ്ട് കേട്ടോ. നാടൻ കൊച്ചകളും ഉണ്ട്. ഇന്നലെ മഴ പെയ്ത് നോക്കുമ്പോൾ എല്ലാം പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇങ്ങനെ കൊത്തി അടിക്കുന്നത് കണ്ടാ. ഇവിടെ മയിലല്ലേ അത്, അതാ 5 സൂം എടാ, വായൻ്റെ ഉള്ളിൽ പോയിട്ട് പിടിച്ചാൽ നോക്കിയാലോ. ഇപ്പം വരെ ഇതാ വാഴ നേരെ ഇപ്പം പറന്നടാ കപ്പയിലേക്ക് വന്ന്. ഇതാ 1 2 3 4 5 ഉണ്ട് കേട്ടാ. ഇതാ നേരെ അതാ പറന്ന തെങ്ങുമ്പിലേക്ക് പോന്ന. ഇതാ ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ. ഇപ്പം അതുമായി സന്തോഷമായി. വേണ്ട ഇതെല്ലാം വേറെ ആളെ വെള്ളരിക്കാന്നേ. വേണ്ട എല്ലാം കുറേ ചീഞ്ഞ് മഴ പെയ്തിട്ട് വേണ്ട കൂട്ടിയിട്ടിട്ട്. ഇതാണ് വെള്ളരിക്ക മൂത്ത് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താൽ വേഗം ചീഞ്ഞു പോകും. ഒറ്റ പറിച്ചില്ല, ചീഞ്ഞ്. ഇപ്രാവശ്യം ഈ ഇടക്കിടക്കുള്ള മഴയായതുകൊണ്ട് വെള്ളം കോരാനും വന്നിട്ടില്ല. ഇതമ്മ ഇതെല്ലാം പറിച്ചോട്ടെ, ഈ മഞ്ഞ കളർ വന്ന എല്ലാം പറിച്ചെടുത്തോ. നല്ല തന്നെയാ. ചീഞ്ഞിനാ കേട്ടിനാ അതെല്ലാം അവിടെ നോട്ട് തോന്നുന്നു. അപ്പൊ നമ്മള് വെള്ളരിക്ക വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടാ. ഒരാഴ്ച കഴിഞ്ഞ വിഷുവായി. വിഷുവിന് കണി വെക്കാൻ വെള്ളരിക്ക അടിപൊളി. അത് വേണ്ട പറിക്കണ്ട. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം ഇല്ല ഇതിന്റെ അകത്ത്, അത് മതി. പൊട്ടീനാ നല്ല വെള്ളരിക്കായിരുന്നു ഇതാ. അതല്ല വേഗം കേടാവും പോയി സംഭവം. ഇതാ നമ്മളെ തൊട്ട് ഇപ്പുറത്തുള്ള ഒരാളെ വെള്ളരിക്കണ്ട്. ഇതാ ഒരു കളർ വന്നിട്ടുണ്ടാ. ഇതെല്ലാം പോയി സാധനം എല്ലാം അങ്ങനെയുണ്ട്. അത് കണ്ണുണ്ടാ? ഇല്ല, അധികം വലിയ വെള്ളരിക്കല്ല. എന്ന് വെച്ചല്ലേ നമ്മള് കറിക്ക് മുറിച്ച് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ വെക്കണ്ടേ. അപ്പൊ ചെറുതാവുമ്പോ ഇതിലും ചെറുതാണ് എനിക്ക് ഇഷ്ടം. കുഞ്ഞു നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, കൊടുക്കാനായിട്ട്. അല്ലേ അമ്മേ? ചെറുതാന്നല്ല, എന്നാ ഒരു കറിക്ക് എടുത്താൽ ബാക്കി വെക്കണ്ടല്ലോ. അയ്യോ അത് കുഴപ്പമില്ല, അത് നമുക്ക് കണി വെക്കാം കേട്ടാ. അയ്യോ അത് ഇതാ നിങ്ങൾ വളം എന്തോ അധികമായി. വളം അധികമായെന്നല്ല, വളം അധികമായിട്ടൊന്നല്ല. ഇത് വെള്ളത്തിൽ ഇത് മഴ പെയ്തിട്ടാണ്. വളം ഒന്നും അധികമായിട്ട് ഇടി, വളം അധികമായ ഒന്നും ആവുന്നില്ല. ഇത് വേണ്ട പാവക്ക നട്ടിട്ടാണ്ടാ. ഇതാ എല്ലാം ഈ സൈസിലാണ്ടാണ്. തയ്യും അങ്ങനെ കേട്ടാ. ഒരു എന്താ പറയാ പുരണ പിടിച്ച പോലെ. കൈപ്പക്കേൻ്റെ ലാസ്റ്റ് ഇങ്ങനെയുള്ളത്. കാരാപ്പീരി ഉണ്ടാകുന്നുണ്ട് കേട്ടാ. കാരാപ്പീരി എല്ലാം ആവുന്നുണ്ട്.
അടിപൊളി. നല്ല മഴക്കാർ ആദ്യം വരുന്നുണ്ട്. വേഗം ആ എല്ലാരും വരുന്നുണ്ട് കേട്ടാ വെള്ളരിക്ക പറിക്കാൻ. വേപ്പാ ഇതാ മോനേച്ചി ഉണ്ടാ കൊടുക്കാനുണ്ടാ? അതിനൊന്നും ഉണ്ടാവില്ല. ചീഞ്ഞു പോവും. എല്ലാം ഈ മഴ പെയ്തതിന് ശേഷം എല്ലാം അബദ്ധമാണ് വെള്ളരിക്കല്ലോ. നോക്കാം നമുക്ക് കേട്ടാ. ഏതായാലും നമ്മൾ പറിക്കുന്നുണ്ട്. പറിച്ചെല്ലാം ഇതാ ഇതേ അവസ്ഥയിലാണ് ഉള്ളത്. എല്ലാവരും കേടും. ഇതെന്നാ ഐറ്റം? ഇതെന്നാ കക്കിരിയാ? ഇത് കക്കിരിന്റെയും വെള്ളരിക്കേന്റെയും കൂടി സംയുക്തമായിട്ടുള്ള ഇന്ത്യയാന്ന് തോന്നുന്നു കേട്ടാ. ഇവർക്കിപ്പം പറിക്കുമ്പോൾ കിട്ടിയതാ അല്ലേ? ഇതെന്നാ അമ്മ കക്കിരിക്കാ? കക്കിരിക്ക പോലെയാണ്, പക്ഷെ രണ്ടാളും കൂടി സംയുക്തമായിട്ട് ആയാന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ, കക്കിരി വെള്ളരി അതിനകത്തുണ്ട് നീളത്തിൽ വരുന്നത് അല്ലേ? ഇങ്ങനെ ഈ അവസ്ഥയായതുകൊണ്ട് അപ്പുറത്തെല്ലാം ആൾക്കാർ പറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും മൂത്ത് നോക്കിയിട്ട് പറിക്കലാ. പണ്ടെല്ലാം എല്ലാരും ഒരു ദിവസേ നടൂ. ആ ദിവസം എല്ലാരും അറിയിച്ച് ഒരു ദിവസം വെള്ളം കോരും. വെള്ളം കോരുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഒരു കുണ്ടാക്കി. അതിൽ എല്ലാവരും വെള്ളം കോരും. പറിക്കാനാകുമ്പോൾ എല്ലാവരും ഒന്നിച്ചാ പറിക്കുക. ഓരോന്നോരോന്നൊന്നും പറിക്കാൻ ആർക്കും ആവൂല എന്നല്ല, വിടൂല ആരും. അങ്ങനെ പറിക്കണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ചേ പറിക്കും. ഇപ്പം ഇങ്ങനെ തോന്നുമ്പം നടും, തോന്നുമ്പം പറിക്കുന്നു പറഞ്ഞ പോലത്തെ അവസ്ഥയായി. ആർക്കും നേരമില്ല. ഓരോരുത്തരുടെ സൗകര്യം നോക്കിയിട്ടാണ് ഇപ്പം നടുക. അതുകൊണ്ടാണ് ഈ വെള്ളരിക്ക ഇങ്ങനെ കെട്ടുപോകുന്നത്, സമയം തെറ്റുകൊണ്ട്. ഒരു ഗംഭീര വെള്ളരിക്കാന്നേ. ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെള്ളരിക്ക പറിച്ചാത്ത. ഇതാണ് ഇങ്ങനെയൊന്നും ആവുക സംഭവം. ഇതെല്ലാം ഈ സമയം തെറ്റി നടന്നോണ്ടല്ലേ ഇങ്ങനെയാണ് ഇതെല്ലാം അല്ലേ? വേണ്ട ഇതന്നെ ഏകദേശം 1 കിലോ ഉണ്ടാവില്ല ഇത്? 1 കിലോന് മേലെ ഉണ്ടാവും. എല്ലാം അങ്ങനെയല്ലേ? ഇതേണ്ട വെള്ളരിക്കണ്ടേ, നല്ല അടിപൊളി വെള്ളരിക്കാന്നേ. ഇത് അടിഭാഗം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ഇതെല്ലാം കണ്ട ചെറിയൊരു കേട് കണ്ട വന്നിട്ട്. ഇത് വേണ്ട, കുഴപ്പമില്ല, അടിപൊളി. ഉണ്ടാക്കുന്ന ചിലവുണ്ടെങ്കിൽ നമുക്കത് മേടിക്കാം കേട്ടോ, പൈസ കൊടുത്ത് മേടിക്കാം കടയിൽ നിന്ന്. പക്ഷെ അതല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നടുന്ന്, നമ്മളിനെ ഉണ്ടാക്കുന്നത് നമ്മളിനെ പറിക്കുന്നത്. അതൊരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാം ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പറിക്കാനുള്ള കണ്ടീഷനിൽ ആണുള്ളത്. എല്ലാം ഒന്നും പറിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.